ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. യെസ്, ഞാനിന്ന് അബുദാബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനെല്ലാം ഓൾ സെറ്റ് ടു ഗോ ഫോർ മൈ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ക്യാബിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാബ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ്സിൽ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവും. അപ്പോൾ അവിടെ വെച്ച് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ബൈ. ഹലോ, ഹായ് ഫ്രം അബുദാബി. അപ്പോൾ ചെന്നൈ എയർപോർട്ടിലുള്ള വിശേഷങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ആകെ തിരക്കായി പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സെറ്റ് ഓഫ് ക്രൂ. ഇതെൻ്റെ ലീഡാണ്. ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ ഇതെൻ്റെ ഫസ്റ്റ് അബുദാബി ലേ ഓവറാണ്. അപ്പോൾ ഞങ്ങളിത് ക്യാപ്റ്റൻസിൻ്റെ ഒപ്പം ഹോട്ടൽ ഷട്ടിൽ പുറത്തുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അൽബുസ്ഥാനിലുള്ള നോവോട്ടലാണ്. അപ്പോൾ ഞങ്ങളിനി ഹോട്ടലിൽ പോയിട്ട് ഒന്ന് നല്ല അടിപൊളിയൊരു ഷവറൊക്കെ എടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് വേണം എണീറ്റിട്ട് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ സെറ്റ് ഓഫ് ക്രൂൻ്റെയും ആദ്യത്തെ അബുദാബി ലേവറാണിത്. അപ്പോൾ അബുദാബി ലേവർ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 മന്തൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എവിടേക്ക് പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന്. എൻ്റെ ഫ്രണ്ട് എന്തായാലും ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ അവളെ കാണാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UAE ടൈം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും. ചെക്ക് ഇനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 3:45-50 ഒക്കെ ആയി. അങ്ങനെ ഇനി ഒരു ചെറിയ റൂം ടൂറാണ്. കുറേ നാളായി ഇങ്ങനെ ഒരു റൂം ടൂറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ചുമ്മാ ഒരു റൂം ടൂർ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി ഷവറൊക്കെ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒളിഞ്ഞിരിക്കുന്നു. ആൻഡ് ഇവിടുന്ന് പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ നിഴൽ മാത്രമേ കാണാനുള്ളൂ. യാ, ദാറ്റ്സ് എ ക്യൂട്ട് ലിറ്റിൽ റൂം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോൾ എണീറ്റു. കാരണം 10:30 ആകുമ്പോൾ ബഫി ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ 2 പേരും കൂടെ എണീറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഉറക്കൊന്നും ശരിയായിട്ടില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. അപ്പോൾ ഞങ്ങൾ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ പറയണമൊന്നും മനസ്സിലാവുന്നില്ല, ബിക്കോസ് ഞാൻ പറയുന്നത് മലയാളത്തിലാണ്. അപ്പോൾ എനി വിച്ച് വേസ് വി ആർ ഗോയിങ് ഔട്ട്. വാട്ട് ആർ വി ഡൂയിങ്? യാ, സോ ഞങ്ങൾ അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഇവിടെ ഷീൻ്റെ സ്റ്റോർ ഉണ്ട് കേട്ടു. പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ ഷീൻ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഷീൻ ഈസ് എ വെരി ബിഗ് ഷോപ്പിംഗ് ഓൺലൈൻ സ്റ്റോർ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ക്ലോസ് ആയി പോയി. അപ്പോൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഷീൻ. സോ അങ്ങനെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക്, ഇവിടെ ഷീൻ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും അത് പോയിട്ട് കാണണം. അപ്പോൾ ഞങ്ങൾ ഷീന് പോകാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ചുമ്മാ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഡേ ടു ഡേ കയറും. ബിക്കോസ് ഇറ്റ്സ് വെരി ചീപ്പ്. അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ മോളിൽ പോവും. മസ്ജിദ് നമുക്കിവിടെ എന്താണ് ഷെയ്ഖ് സൈഡ് മസ്ജിദോ അങ്ങനെ എന്തോ ഒരു മസ്ജിദ് ഉണ്ട്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പം ആ മസ്ജിദ് പോകണമെങ്കിൽ നമുക്ക് അബായ വേണം എന്നാണ് അവർ പറയണത്. ഞങ്ങളുടെ കയ്യിൽ അബായൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബട്ട് ദെൻ ലൈക്ക് അത് നമ്മൾ നെക്സ്റ്റ് ടൈമിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇപ്പം നമുക്ക് മനസ്സിലായി. അപ്പോൾ ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുഡേ. സോ സീ യു ഗൈസ് ദേർ. ബൈ. പറയൂ. ഹായ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു മലയാളി തെറ്റിപ്പോയി. കുഴപ്പമില്ല. യെസ്, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ശരി. മലയാളികളില്ലാത്ത സ്ഥലം ഇല്ല എന്നാണല്ലോ. അപ്പോൾ ഈ ചേട്ടൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ആ ചേട്ടൻ്റെ നമ്പറൊക്കെ മേടിച്ചത്. ചേട്ടൻ പറഞ്ഞു എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിച്ചാൽ മതി, പിക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ താഴത്തെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂംസ്, ബാഗ്സ്, അതേപോലെ തന്നെ ക്ലോത്തിങ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് താഴെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ തിരിഞ്ഞ് കളിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും താഴെ നിന്ന് പർച്ചേസ് ചെയ്യാനില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അവിടെയാണ് ഒരുപാട് ഫുഡ് വെയർ കളക്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ താഴെ നിന്നൊന്നും കിട്ടിയില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് വല്ലതും കിട്ടുമോ നോക്കാം. ഇവിടെ കുറേ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ചീപ്പായിട്ടാണ് തോന്നിയത്. കാരണം ഒരു 50-60 AED ഒക്കെ ഉള്ളൂ മിക്ക ഫുട്വെയർസിനും. അപ്പോൾ കണ്ടോ, എനിക്ക് ബൂട്ട്സ് ആയിരുന്നു വേണ്ടത്. ഞാൻ കുറേ ബൂട്ട്സ് ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് ബൂട്ട്സ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടമായില്ല അതിൻ്റെ. അപ്പോൾ ഞാൻ നോക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇതാ ഇതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാ മേടിക്കേണ്ടതെന്ന്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ഫ്രോക്കാണ്. പക്ഷെ ഞാനത് മോസ്റ്റ്ലി എടുത്തത് ഭയങ്കര കാഷ്വൽ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായതൊന്നുമില്ല. അങ്ങനെ ഷീൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ഡേ ടു ഡേ ഉണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഡേ ടു ഡേ കയറി കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. എനിക്ക് മേടിക്കാൻ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഇവിടുത്തെ ഡെയറി ഐറ്റംസ് ഭയങ്കര അടിപൊളിയാണ്. ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും നാട്ടിലത്തെയും എവിടത്തെയും. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേടിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ക്യാൻ ട്യൂണ ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുള്ളൂ. ഇപ്രാവശ്യം ഞാൻ വല്ലാണ്ട് ഒന്നും മേടിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഡേ ടു ഡേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം ഞാൻ വീട്ടിലോട്ടാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ഇപ്പം ഞാൻ കൂടുതലും വീട്ടിലോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മേടിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ അങ്ങനെ നടന്ന് വിൻഡോ ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. എല്ലാം മേടിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പോയി നോക്കാനും നല്ല രസമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇങ്ങോട്ടൊരു സാധനം കണ്ടു, ബോട്ടിലാണിത്. നൈസ്, കൊള്ളാം അല്ലേ? നൈസ്. Arthi is drinking beer. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കുഷിനി ആയിട്ടുള്ള, കുഷിനി എന്നൊന്നും പറയാൻ പറ്റില്ല, അതെന്താ സാധനം, ഇങ്ങനെ ഒരു മെറ്റീരിയലിൽ വരുന്ന നമ്മുടെ കാർപ്പറ്റ്സ് ആണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ മെൻസ് കളക്ഷൻ എന്താ വിമൻസ് കളക്ഷനിലോട്ട് പോവാണ്. ഇവിടെ ഇങ്ങനെ ഡേ ടു ഡേയിൽ വളരെ ചീപ്പായിട്ടുള്ള കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേടിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ കളക്ഷനൊക്കെ നമ്മൾ മുങ്ങി തപ്പണം. അപ്പോൾ ഒരെണ്ണം കിട്ടിയാലായി. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഇതൊന്നും നോക്കേ വേണ്ട, കുറേ തപ്പിക്കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടും. പ്രതീക്ഷ കൈവിടാതെ നോക്കട്ടെ. ഉച്ചയ്ക്ക് 1:30 ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 6 മണിയായപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഡേ ടു ഡേൻ്റെ തൊട്ട പുറകിലുള്ള ഒരു കോംപ്ലക്സിൽ തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു. ഒന്നും നോക്കിയില്ല, എല്ലാ ക്രൂനെയും കൺവിൻസ് ചെയ്ത് ഞാൻ നേരെ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഷ്ടമുള്ള വേറെ ഒരു കാര്യമില്ല. എല്ലാവരും എന്നെ എപ്പോഴും കളിയാക്കുന്നതാണ്, എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഈ നാട്ടിലത്തെ ഭക്ഷണമേ കഴിക്കാനുള്ളൂ എന്ന് ചോദിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കൊതിയാണ് എനിക്ക് നാട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ. കിസ്മത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾക്ക് ഒരു വക സാധനം കിട്ടിയില്ല ഡേ ടു ഡേന്ന്. ക്ലോത്ത്സ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഗ്ലിറ്ററി നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കൈൻഡ് ഓഫ് മെറ്റീരിയലും അതേപോലെ തന്നെ ക്ലോത്ത്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. നല്ല ഉഗ്രൻ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. വിശന്ന് വലഞ്ഞ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും നല്ല
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു. അതിൽ ഗീ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, ചമ്മന്തി, സാലഡ്, ഇത്രയും ഐറ്റംസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എത്രയാ പ്രൈസ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അധികം പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള വേറെ 2 ആൾക്കാർ റാപ്പും അതേപോലെ തന്നെ വേറൊരു കൊച്ചു നൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഷേക്കും ഓർഡർ ചെയ്തു. അതെന്താണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒന്നിൻ്റെ പേര് അറേബ്യൻ ഡിലൈറ്റ് എന്നും അതേപോലെ തന്നെ ഇത് മാംഗോ അവോക്കാഡോ സ്മൂതി ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നിനോടൊന്ന് മെച്ചം. ഞാൻ ആക്ച്വലി ചട്ടിച്ചോറ് കഴിക്കാനുള്ള കൊതി മൂത്തിട്ടാണ് പോയത്. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ചട്ടിച്ചോറ് ചോദിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ നെയ്ച്ചോറിൻ്റെ ഒരു ചട്ടിയുണ്ട്, അതിൽ ഇത്ര ഐറ്റംസ് ഒക്കെ വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് കഴിച്ചത്. പക്ഷേ എന്നെക്കൊണ്ട് അത് കഴിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ പോലത്തെ ഒരു 3 ആൾക്കാർക്ക് അത് കഴിക്കാൻ പറ്റും, അത്രയും അതിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാനത് ആദ്യം തന്നെ പാഴ്സലാക്കി. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടിയാണ് അത് കഴിച്ച് തീർത്തത്. Arabian delight. Something like that. Mine is mango smoothie. This is just for 1080. This is just for 1080. It's worth it. 1280. Quantity I don't know, but then like it tastes nice, right? Avocado, yeah. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ടാക്സി കാത്തു നിൽക്കുകയാണ് എല്ലാവരും. കണ്ടോ, ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉഗ്രാണ് ഒരു ഫുഡ് കഴിച്ചു, നമ്മുടെ മലയാളി ഫുഡ്. അപ്പോൾ ഞാൻ കഴിച്ച ഐറ്റംസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറേ നേരമായി ക്യാബിന് കാത്തു നിൽക്കുന്നു. ഇവിടെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒറ്റ ക്യാബ് പോലും കാണാനില്ല. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് നിറച്ച് ക്യാബ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒറ്റ ക്യാബ് പോലും കാണാനില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഫ്രണ്ട് വരുന്നതാണ്. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ലൈക്ക് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. അവൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 കുട്ടികളൊക്കെ ആയി. അപ്പോൾ ഞാൻ അവളുടെ 2ാമത്തെ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഐ എം ലൈക്ക് ലിറ്റിൽ എക്സൈറ്റഡ് ടു സീ ഓൾ ഓഫ് ദെം. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് കാണിച്ചു തരാം ഞങ്ങൾ പോയ ഹോട്ടൽ ഏതാന്ന്. ഇതുണ്ടോ പുറകിൽ കണ്ടോ, കിസ്മത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നുണ്ടോ, അതാണ് നമ്മൾ പോയ ഹോട്ടൽ. അപ്പം അങ്ങനെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. ഈ ഒരു ടാക്സി വരുന്നുണ്ട്, ഞങ്ങൾ മെല്ലെ പോകാൻ നോക്കട്ടെ. അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ തിരിച്ചതാ റൂമിലെത്തി. തീരെ വയ്യ. ഞാൻ ക്യാബിൽ കിടന്ന് ഉറങ്ങായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം രാവിലെ നേരത്തെ മീറ്റ് ചെയ്താൽ. ഞങ്ങളിവിടെ എത്തിയത് രാവിലത്തെ ഒരു സമയം ഏകദേശം ഒരു 3 മണി സംതിങ്ങിന് ഞങ്ങൾ ഹോട്ടലിൽ എന്തോ എത്തിയിരിക്കുന്നു. 3:35 ഞങ്ങൾ ഹോട്ടലിൽ എത്തിയത്. പക്ഷേ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങിയപ്പോഴത്തേക്കും 4 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്കും 5 മണിയായി. പിന്നെ രാവിലെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കമ്പനി പ്രൊവൈഡ് ചെയ്യുള്ളൂ ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓടി താഴത്തെ ബഫേന്ന്. അതാണെങ്കിൽ 10:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ 10 മണിക്ക് എണീറ്റു. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 5 hours സ്ലീപ്പ് ഉണ്ടായിട്ടുള്ളൂ ഇന്നലത്തെ ഫുൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ക്യാബിൽ കിടന്നു രാവിലെ പോയതാണ്. ഷോപ്പ് ചെയ്ത് തളർന്നു. കട മുഴുവൻ. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ, ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് അടക്കം ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഓട്ടോ പിടിച്ച് പോകാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണം, ടയറിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ റൂമിലെത്തി. അത്യാവശ്യം കുറച്ച് പാക്കിംഗ് മേടിച്ച സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇനി രാത്രി ഉപയോഗിക്കാനുള്ള, അതായത് നമ്മൾ തിരിച്ചു വരുമ്പോൾ മേക്കപ്പൊക്കെ ഇടണമല്ലോ, അപ്പോൾ അതിനുള്ളതും പിന്നെ നമ്മുടെ കുറച്ച് ഫേസ് വാഷും കാര്യങ്ങളും അങ്ങനത്തെ മെയിൻ ഐറ്റംസ് മാത്രം പുറത്ത് വെച്ച് ബാക്കിയെല്ലാം ഞാൻ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇനി കിടന്ന് ഓടാൻ നിൽക്കണ്ട. 2 മണിക്ക് ഇവിടുന്ന് രാത്രി ചെക്കൗട്ട് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല ഇനി എപ്പോഴാണ് അവൾ വരിക, ഞാൻ എപ്പോഴാണ് മീറ്റ് ചെയ്യുക ഒന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറങ്ങാണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് പോയിട്ടൊന്ന് കണ്ണ് അടയ്ക്കട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ നമുക്ക് കാണാം
ഞാനിനി എണീറ്റിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണുകയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഒറ്റ ഉറക്കം ഉറങ്ങും. എന്നിട്ട് ഞാൻ പിന്നെ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ കാണാം. അപ്പോൾ ടാറ്റാ. എനിക്ക് വേണമായിരുന്നു അബായ. അപ്പൊ നമ്മളിതാ മോസ്കിലേക്ക് പോകാൻ റെഡിയായിരിക്കണം ഗൈസ്. ജൂയി ഹായ് പറ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പോണത് ഏത് മോസ്കാണ്? യാ, ഷെയ്ഖ് സായിദ്. എന്ത് മോസ്ക്? ഞാനും ഹിസിയും 11th and 12th ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ തൊട്ടിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഈ സോയി ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 6 months ആകുമ്പോഴാണ് ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ അബുദാബിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് അവളെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഷിയാബും ഇസ് എ വെരി നൈസ് പേഴ്സൺ. ഷെയ്ഖ് സായിദ് മസ്ജിദിൽ നേരത്തെ പോകണമെന്ന് പ്ലാൻ ഇട്ട് വന്നതുകൊണ്ട് തന്നെ അവൾ എനിക്കൊരു തട്ടും അവളുടെ ഒരു ഗൗണും എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. എനിക്ക് അതുകൊണ്ടാണ് ആ മോസ്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ അതേ പിള്ളേരുടെ ഒപ്പമൊക്കെ അടിച്ചു പൊളിച്ചു ഞാൻ. അവൾ എൻ്റെ കൈ വിടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം അവളുടെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഹിസ പറയായിരുന്നു എൻ്റെ അടുത്ത്, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളാണെന്ന് പറയുന്നു. അങ്ങനെ കുറച്ചധികം നടന്ന് തളർന്നിട്ടാണെങ്കിലും നമ്മളിതേ ഫൈനലി ഷെയ്ഖ് സായിദ് മസ്ജിദിൽ എത്തിയിരിക്കുകയാണ്. ആരാണിത്? ഇവിടെ ഇസ്ലാം കൾച്ചറിന് നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹെയറും നമ്മുടെ ബോഡിയൊക്കെ നല്ല രീതിക്ക് കവർ ചെയ്യണം. അപ്പോൾ അതാണ് ഹിസൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്, മുടി കവർ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മളെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മളതൊക്കെ നേരത്തെ നോക്കി പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ വലിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ് രാത്രി കാണാൻ. കുറേ സമയം ഇങ്ങനെ നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. ഉള്ളില് ആരാണ് ആക്ച്വലി ഷെയ്ഖ് സായിദ്? നമ്മുടെ ഗാന്ധിജി ജോയി നിൽക്കാ പറഞ്ഞു. ജോയി താജ്മഹൽ പോലുണ്ട്. താജ്മഹൽ പിന്നെ വീഡിയോ എടുത്തിട്ട് തിരിച്ച് നടന്നു വരികയാണ് ഗായ്സ്. അപ്പൊ ഹിസയ്ക്ക് വല്ല തെറിയോട്ടി നിക്കാബ് ഇടണോ നിനക്ക്? നിക്കാബ്. ഇത് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നടന്ന് കാണാനുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് പോവുകയാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അതേപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് തോളത്ത് കൈയിട്ടിട്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അവർ നമ്മളെ അലൗ ചെയ്യില്ല. വീഴലിട്ട് എൻ്റെ കുട്ടി, നീ വീണാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ more than 30 acres ഓഫ് ലാൻഡിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത് UAE മുന്നത്തെ പ്രസിഡന്റായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആണ്. ഇനി കുറച്ച് മുഖം കാണിക്കുക പറഞ്ഞ ഇതിന് ഹാഫ് മുഖം കാണിക്കണേ. ഇങ്ങോട്ട് തിരിയണം. അങ്ങനല്ല, ഇങ്ങോട്ട് തിരിയോ കുറച്ച്. അപ്പോൾ ഷെയ്ഖ് സായിദ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെയുള്ള കൂട്ടിയാട്ടിൽ തന്നെയാണ് ബറി ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹാളിലത്തെ കാർപ്പറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് കാർപ്പറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയത് ഇറാനി കാർപ്പറ്റ് കമ്പനിയാണ്. ഈ ഒരു കാർപ്പറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 60,000 സ്ക്വയർ ഫീറ്റും അതേപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 30 ടണ്ണുമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വൂളിൽ നിന്നാണ്, ഫ്രം ന്യൂസിലാൻഡ് ആൻഡ് ഇറാൻ. ഇങ്ങോട്ടാണ് ഈ മോസ്ക് അല്ലേ?
അയ്യോ അത് രണ്ടാമത്തെ മകൻ രണ്ടാമത്തെ മോസ്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് വിശന്നു, സ്പെഷ്യലി ഹിസയ്ക്ക്. എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഒരു ചട്ടിച്ചോറ് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും ഞാൻ അവരുടെ ഒപ്പം പോയി. അപ്പോൾ ഇത് ഹിസയുടെ ഫേവററ്റ് ഷവർമ സ്പോട്ടാണ്. ഇവിടെ നല്ല അടിപൊളി ഷവർമ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ഷവർമ സോസ് നോർമൽ മേയോലല്ല ഉണ്ടാക്കുന്നത്, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസാണ്. എന്താ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. അവരെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിലും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് എന്നെ അവർ എമിറേറ്റ്സ് പാലസും അതേപോലെ തന്നെ കോർണിഷ് റോഡിലൂടെയും കൊണ്ടുപോയി, എന്നിട്ട് എന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതോടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. ടാറ്റാ ബൈ, ടേക്ക് കെയർ.